പ്രേക്ഷകരെ കട്ടായി പോയി. മൊബൈലിൻ്റെ ഒരു സ്റ്റോറേജോ ഒന്നും ഇല്ല, ഒരു ബേസ് മോഡലാണ് റിയൽമിയുടെ. അതുകൊണ്ടാണ് കട്ടിങ്ങൊക്കെ പിക്ചറെ ക്ലാരിറ്റി കുറവായിരിക്കും. പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗ്ലോബലൈസേഷൻ ബിസിനസ്സിലോട്ട് നമ്മുടെ നാടിനെ വളർത്തണം. പുതിയ തലമുറയെടുത്താണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ എക്കാലം നമുക്ക് വിദേശത്തൊക്കെ പോയി തന്നെ നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ പറ്റണമെന്നൊന്നുമില്ല. കാരണം എല്ലാവരും റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അവരൊരു പരിധിക്കപ്പുറം ആളെ ഇൻവോൾവ് ചെയ്യില്ല. ആവശ്യത്തിന് അവർ ഇൻവോൾവ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. നമ്മളത് മാത്രമല്ല ചിന്തിക്കേണ്ടത്, നമ്മളുടെ നാട്ടിലുള്ള സ്കില്ലഡ് ആയിട്ടുള്ള മൾട്ടി ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. ഞാനതാണ് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുമ്പോഴും നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ചിന്തയുള്ള കുറേ പേരുണ്ട്. ആ ചിന്ത ഗ്ലോബലൈസേഷനോടെ ചിന്തിക്കുക. ആ ചിന്ത തുടരുക. അതിൻ്റെ ഒരു അടിസ്ഥാന വിജയമാണ് ഈ പുഷ്പ. അല്ലാതെ ഇങ്ങനൊരു ഈ ഒരു സിനിമ നിങ്ങളൊരു നോർമൽ രീതിയിൽ ഇറക്കി നിങ്ങൾ തിയേറ്ററിലൊന്നും വന്ന 1000 പോയിട്ട് 100 കോടി രൂപ പോലും കളക്ട് ചെയ്യില്ല. പക്ഷേ അത് ഗ്ലോബലൈസേഷൻ ചെയ്യാൻ അറിയണം. ഗ്ലോബലൈസേഷനോടെ നിർമ്മിക്കാൻ അറിയണം. നമ്മൾ എന്തുണ്ടാക്കിയാലും നിങ്ങളൊരു പറഞ്ഞില്ലേ, നിങ്ങളൊരു ചെറിയ വസ്തു, ഒരു സയൻസ് ചെയ്യണ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ബയോളജി നന്നായിട്ട് ചെയ്യണ ഒരു കുട്ടി, കെമിസ്ട്രി ചെയ്യണ കുട്ടി, ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ ക്യാപ്സൂൾ കണ്ടുപിടിച്ചു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പനി നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ വരില്ല. എന്തുകൊണ്ടൊരു ക്യാപ്സൂൾ കണ്ടുപിടിച്ചിട്ട് ആ സാധനം പഞ്ചായത്തിൽ മാത്രം വിറ്റിട്ട് കാര്യമില്ല. ആ സാധനം ലോകം മുഴുവനും ആവശ്യമുണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ ലോകം മുഴുവനും വിൽക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മാറും, മാർക്കറ്റിംഗ് ലെവല് മാറും, അതിൻ്റെ ഡിസൈനിങ് മാറും. അപ്പോൾ അതിലൊരു കുറച്ചൊരു എന്താ പറയണത്, ഒരു ഒരു തിളക്കം ഉണ്ടാവും. ആ തിളക്കമാണ് പുഷ്പ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ലോകത്ത് പല കാര്യങ്ങൾക്ക് മാറ്റി ചെയ്യേണ്ടി വരും. കണ്ടൻറ്റ് മാറ്റണം, അതിന് കുറേ ലൈസൻസ് എടുക്കണം. അങ്ങനെ നിങ്ങളത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പഞ്ചായത്ത് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്ന 100 രൂപയാണെങ്കിൽ സ്റ്റേറ്റ് വിറ്റാൽ കിട്ടുമ്പോഴത്തേക്ക് അതൊരു 50 ലക്ഷം 1 കോടിയാവും. ഇന്ത്യ മൊത്തം വിറ്റാൽ നിങ്ങൾക്ക് 100 കോടി രൂപയുടെ ഇൻകം വരും. പക്ഷെ അത് ലോകം മൊത്തം വിറ്റാലോ 25,000 50,000 കോടി വാർഷിക വരുമാനം വരും. ഇറ്റ്സ് ചേഞ്ച്. പുഷ്പ 2 അതാണ് കാണിക്കുന്നത്. ഇന്ത്യൻ സിനിമ മാറി തുടങ്ങി 8-10 മാസമായി. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളെപ്പോലെ വിദ്യാഭ്യാസം, പ്രബുദ്ധർ, ഞങ്ങൾ ലോകത്തിൻ്റെ നിറകയിൽ നമ്മളെ മലയാളികളെല്ലാം വലിയ ജോലി ചെയ്യണ സെറ്റപ്പ്. എടാ, മലയാളി ജോലിയാണ്ടാ ചെയ്യണത്. എവിടെയാടാ മലയാളി വ്യവസായം ചെയ്യണത്? മലയാളി ജോലിയാണ് ലോകം മൊത്തം ചെയ്യണമെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ കുറച്ചൊരു വ്യവസായത്തിലോട്ട് ഇറങ്ങി, ജോലിയൊക്കെ നിർത്തി വെച്ചിട്ട്. അതിന് ഞാൻ കുറച്ച് എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ദ്രാണി മദ്യം, ഇന്ദ്രാണി കേട്ടിട്ടുണ്ടാവുമെന്തോ? ഇന്ദ്രാണി കാനഡയിൽ തന്നെ ഇപ്പോൾ 3-4 സാധനം നമ്മുടെ പേരിൽ, കേരളത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലരും നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലുള്ളവർ പോലും ഗ്ലോബലൈസേഷൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മന്ദാകിനി കാനഡയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന മന്ദാകിനി ഭയങ്കര സെയിലാണ്. നമ്മുടെ വാറ്റേ അതിനൊന്ന് ഇച്ചിരി സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് മറ്റേ അവരതിനൊക്കെ ലൈസൻസ് കൊടുക്കും. അവരത് ബുദ്ധിയുണ്ട്. അവിടെയാണ് ഇപ്പോൾ പാറ്റൻ്റ് കേട്ടോ. ഒരിടത്ത് ഇങ്ങോട്ട് കളിക്കണ്ട. ഞാനിത് ചെറുതായിട്ട് മദ്യത്തെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കും. മദ്യത്തെ പ്രൊമോട്ട് ചെയ്യണം. ലോകം മൊത്തം മദ്യമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് വലിയ പുണ്യാളന്മാർ വേണം. നമ്മുടെ നാട്ടിലെ പുണ്യാളന്മാരെ കുറിച്ചല്ല ഞാൻ പറയണേ. ഗ്ലോബലൈസേഷൻ മോനെ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്, നിനക്ക് വേണമെന്നുള്ളതല്ല വിഷയം. അത് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് പറ്റിക്കാതിരിക്കുക. അതാണ് പുഷ്പ ചെയ്തത്. അതിനൊപ്പം റിയാലിറ്റി വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിൽ കൂടി യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോഴത്തേക്ക് ആർക്കും നിങ്ങളെ പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സാങ്കല്പിക കാര്യം മാത്രമാണ്. അപ്പോൾ നിങ്ങളൊരു പനിക്കുള്ള, അതായത് മീൻസ് പനി വരാതിരിക്കാനുള്ളൊരു ക്യാപ്സൂൾ ഒരു സയൻറ്റിസ്റ്റ് വികസിപ്പിച്ചെടുത്താൽ പഞ്ചായത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ 10-100 പേരല്ലേ വാങ്ങാനുള്ളൂ. നിങ്ങൾ ലോകം മൊത്തം വിറ്റാൽ 650 കോടി ജനത്തിൽ 250 കോടി പേർക്കെങ്കിലും പനി വരാറില്ലേ? അപ്പോൾ അത് പനി വരാതിരിക്കാൻ കരുതി അവർ ആ ക്യാപ്സൂൾ സ്വീകരിക്കില്ലേ? ഒരു ക്യാപ്സൂൾ കഴിച്ച് കഴിഞ്ഞാൽ 2 വർഷം പനി വരില്ല. അപ്പോൾ അത് സ്വീകരിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഗ്ലോബലൈസേഷൻ ആകുമ്പോഴും ബില്യൺ ഓഫ് ട്രില്യൺ വരും. ട്രില്യൺ ഇന്ത്യയുടെ ടാക്സായി മാറും, പിന്നെ തൊഴിലായി മാറും. ഇതല്ലേ സുകുമാർ ചിന്തിച്ചിരിക്കുന്നത്? ഇതല്ലേ ശബ്ദമിശ്രം ജനിച്ചത് റസൂൽ പൂക്കുട്ടി ചിന്തിച്ചിരിക്കുന്നത്? ഇതല്ലേ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ചിന്തിച്ചിരിക്കുന്നത്? ഇതല്ലേ എൻ്റെ ആർട്ട് ഡയറക്ടർ ചിന്തിച്ചിരിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ അല്ലു അർജുൻ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണോ ചീത്ത പറയണോടെ?
ഞാൻ ചങ്കറപ്പോടെ പറയുന്നു, എല്ലാ അഭിനന്ദനങ്ങളും. ഞാൻ നിങ്ങൾ ഏത് മലയാളി റിവ്യൂ ഇങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ഈ പടത്തിന് വേണ്ടിയല്ല, ഇതുപോലെ പടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം. എല്ലായിടത്തും ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കുറേ ബുദ്ധിജീവികളുടെ മണ്ടത്തരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതിലൊരു ഫീൽ ചെയ്യരുത്. ഞങ്ങളെപ്പോലെയുള്ള ഒരു നാട്ടിലുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഞങ്ങളെപ്പോലുള്ള ഫാമിലിയുണ്ട്. ഞങ്ങളൊക്കെ വളരെ സൈലൻ്റായിട്ട് ഒളിച്ചിരുന്ന് ജീവിക്കുന്നവരാണ്. പേടിച്ചിട്ടൊന്നുമല്ല, പലതിനും ശ്രമിക്കുന്നുണ്ട്, പലതും നടക്കുന്നില്ല, അത് തന്നെയാണല്ലോ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെയുണ്ട്, ഞങ്ങളെപ്പോലുള്ള നിങ്ങളുടെ സപ്പോർട്ടിനാണ്. പുഷ്പ 2 എടുത്ത ഡയറക്ടർ, സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയറക്ടർ സുകുമാറിനും, ക്യാമറമാൻ മിറോസ്ലോവ് ബ്രോസൈക്കിനും, മ്യൂസിക് ദേവി CPക്കും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാം GSനും, എഡിറ്റിംഗ് ചെയ്ത നവീൻ നൂലിക്കും, പിന്നെ ബഡ്ജറ്റിംഗ് ആ പടത്തിന് പ്രൊഡ്യൂസർ ചെയ്ത, ഞാനത് എഴുതിയെടുത്തില്ല കേട്ടോ, സോറി, ക്ഷമിക്കുക, 400-500 കോടി രൂപയോളം ബഡ്ജറ്റ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിന്, പിന്നെ സോങ് ചെയ്ത ചന്ദ്രബോസിനും, ആർട്ട് ഡയറക്ഷൻ ചെയ്ത രാമകൃഷ്ണ മോണിക്ക നിസോട്രയ്ക്കും, പിന്നെ ശബ്ദമിശ്രണം മീൻസ് നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിനും ശബ്ദത്തിൻ്റെ മിശ്രണം കൊടുത്ത റസൂൽ പൂൾക്കുട്ടിക്കും, പിന്നെ ഒപ്പം തന്നെ കോസ്റ്റ്യൂം ഡിസൈനർ ദിബാലി നൂൾ, പ്രീതി ഷിൽ സിംഗിന്, ഇവർക്കെല്ലാവർക്കും അടുത്തൊരു വലിയ ബിഗ് ബഡ്ജറ്റ്. പിന്നെ ഇപ്പോൾ പുഷ്പ മാത്രമല്ല, പുഷ്പ 3 വരുന്നുണ്ട്. 3 മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയണത് 200-300 കോടി ഡോളറിൻ്റെ എങ്കിലും സിനിമ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന നിലയിലോട്ട് വളരണം. അതായത് നമ്മുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യാന ജോൺസൊക്കെ സിനിമ ചെയ്യണത് ഏകദേശം 110-120 കോടി രൂപയ്ക്കൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീവൻ സ്പീൽബർഗ് ചെയ്യുന്ന സിനിമകൾ പലതും 10 മില്യൺ, മിനിമം 10 മില്യൺ ടു 20-25-30 മില്യൺ, അത് 100-110 മില്യൺ ഇങ്ങനെ കയറിപ്പോയിട്ടുള്ള സിനിമകളാണ്. അത് ഡോളർ കണക്കിനാണ്. അപ്പോൾ 100 മില്യൺ ഡോളർ എന്നൊക്കെ പറയണം, നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ മണി എത്ര വരുമെന്ന്. അത് നമ്മുടെ കൺവേർട്ട് ചെയ്യുമ്പോൾ 100 മില്യൺ എന്നൊക്കെ പറയുന്നത് അൺബിലീവബിൾ, 1000 കോടി രൂപ, അങ്ങനെ 1400 ഇങ്ങനെ കയറി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലെവലിലോട്ട് വരുന്ന മില്യൺ ഓഫ് ഡോളേഴ്സ് കൺവേർട്ടിൽ വരുന്ന സിനിമകൾ ഇവിടെ നിർമ്മിക്കട്ടെ, ലോകം മൊത്തം നമ്മളെ കീഴടക്കട്ടെ. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ബൈ നൊബക്സോളയെ പോലെയുള്ള കുറേ മനുഷ്യരുണ്ട്. താങ്ക്സ് ലോട്ട് ഇത്തരം സിനിമകൾ ചെയ്യുന്നതിന്, ഇത്തരം സിനിമകൾ ഗ്ലോബലൈസേഷനോട് റിലീസ് ചെയ്ത് എൻ്റെ നാട്ടിൽ കാശ് കൊണ്ടുവരണേന്, എൻ്റെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പൈസ കൊണ്ടുവരണേന്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ, തൊഴിലുകൾ കൂടട്ടെ. പിന്നെ പൗൾട്രി ഫാമിലിരിക്കണ ഒരു പൗൾട്രി ഫാം ഇരിക്കട്ടെ. വേൾഡ് വൈഡായിട്ട് കാര്യങ്ങൾ കാണുന്നവർക്ക് നമോവാഹം. ഇപ്പോൾ സമയം 5 മണി അടുപ്പിച്ചായി, കോഴി കൂവി തുടങ്ങി. നിങ്ങൾ കണ്ടല്ലോ, ഇതെൻ്റെ ഞാൻ ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ ചുറ്റുപാടാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കാണില്ല. ഇതെല്ലാം ബാങ്ക് കൊണ്ടുപോവുകയാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറയണമെന്നുള്ളേ ഉള്ളൂ. ഇതെല്ലാം ബാങ്ക് ജപ്തിയായി നിൽക്കുകയാണ്, ഇതെല്ലാം ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അത് വേറെ കാര്യം. ഇത് വേറെ കാര്യമല്ല, ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പുഷ്പ സിനിമയ്ക്ക് പോകണമെന്ന് റിവ്യൂ ചെയ്യണത്. എങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇതുപോലുള്ള ചിത്രങ്ങൾ വീണ്ടും വരട്ടെ. കാരണം എന്താണ് ഇൻഡസ്ട്രി വളരേണ്ടത്, അതനുസരിച്ച് തൊഴിൽ വരട്ടെ. നമ്മൾ രക്ഷപ്പെടുന്നു എന്നല്ല ഇതിനകത്തുള്ള വിഷയം. ഒരുപാട് പേരിങ്ങനെ തുറന്ന് ചിന്തിച്ച് തുറന്ന് വിട്ടാൽ മാത്രമാണ് പണം വരുള്ളൂ. പണമാണല്ലോ പുഷ്പ താഴത്തില്ല, താഴാൻ പാടില്ല. ആരുടെ മുമ്പേ തല താഴ്ത്താനുള്ള എല്ലാ ജീവിതം ഒരാളുടെയും, അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ കളറിൻ്റെയോ വർണ്ണവിവേചനത്തിൻ്റെയോ ഒന്നിനും നിങ്ങൾ ആരും താഴാൻ പാടില്ല. ലിംഗഭേദത്തിൻ്റെയോ, പെണ്ണ് ആണ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം, തുല്യ ജീവിതം, 24 മണിക്കൂറും അവരവർക്ക് ഇഷ്ടമുള്ള യാത്രകൾ, ഇഷ്ടമുള്ള ജീവിതം. പെണ്ണുമാണെന്ന വ്യത്യാസമില്ല. അങ്ങനെ ഒരു ലോകം നമുക്ക് പടുത്തുയർത്താൻ പറ്റട്ടെ. ആ രീതിയിൽ വളരണമെങ്കിൽ നമ്മുടെ ബിസിനസ്സുകൾ വളരണം, ഗ്ലോബലൈസേഷൻ വരണം,
പുഷ്പ പോലെയുള്ള സിനിമകൾ വീണ്ടും ഉണ്ടാകണം. സൈനിങ് ഓഫ്, നൊബക് സോളോ. വീണ്ടും കാണും വരെ. വീണ്ടും ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നാൽ ഞാൻ വീണ്ടും വരും. ഞാനിവിടെ തന്നെയുണ്ട്. ബൈ. ഗുഡ് മോർണിംഗ്.